تركت لرحمة الرحمن نفسي، فما لي دون رحمته رجاء. لقد قصرت في عملي طويلا، وقد أهتأت والدنيا ابتلاء. فإن يغفر بفضل منه أنجو، وإلا فالحساب هو الشقاء إليه. والحياء يذيب نفسي، إذا أدعوك ذوبني الحياء. أنا الإنسان في ظلمي وعجزي، وأنت الله تفعل ما تشاء. ഓക്കെ. ഇത് എവിടുന്നാ കിട്ടിയത്? ഇതെന്റെ അറബിക് പുസ്തകത്തിലുള്ളത്. സ്കൂളിലാ? അല്ല, മദ്രസയിൽ. മദ്രസയിലെ അറബിക് സോങ് ആണ് പാടിയത് അല്ലേ? അപ്പൊ ജൻഹ ഫാത്തിഹ ഓതാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എയ്സ. പാരായണം. പാരായണം, ഓതിക്കൊണ്ടേയിരിക്കുന്നത് എന്നർത്ഥം അല്ലേ? വാട്ട് ഈസ് ഖുർആൻ? എന്താണ് ഖുർആൻ? എന്താണ് ഖുർആൻ? ഹാഷിർ. അല്ലാഹുവിന്റെ കലാമ്. അള്ളാഹുവിൻ്റെ കലാമാണ്. നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യമാണ്. എല്ലാവരും ആൻസർ പറയേണ്ടതായിരുന്നു ഈ ക്വസ്റ്റ്യന് അല്ലേ? ഖുർആൻ എന്താണ്? അള്ളാഹുവിൻ്റെ കലാമാണ് എന്നാണ്. ഇനി എന്തിനാണ് ഖുർആൻ? ഖുർആൻ എന്തിനാണ്? വീണ്ടും ഐസ. വഴികാട്ടി. ഹുദയാണ് ഖുർആൻ. അതിന് മലയാളത്തിൽ വഴികാട്ടി അല്ലെങ്കിൽ മാർഗദർശനം എന്നൊക്കെ പറയെങ്കിലും ഖുർആൻ നമുക്ക് എന്തിനുള്ളതാണ്? വഴി കാട്ടാനുള്ളതാണ്. വഴി കാണിക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആനിൽ എത്ര സൂറത്തുകൾ ഉണ്ട്? 114. 114. അതറിയാത്ത ആരും ഇല്ലല്ലോ. എത്ര ജുസുകളുണ്ട്? ജാസിൽ. 30. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ട് ഫോൺ, ഇങ്ങനെയുള്ള ഫോണ്, നിങ്ങളുടെ ഫോൺ ഇങ്ങനെയല്ലേ, അത് ഇങ്ങനെ ചെരിച്ചിട്ട് വെക്കണം. ഇതാണ് നിങ്ങളുടെ ഫോണെങ്കിൽ ഇങ്ങനെ ചെരിച്ചിട്ട് വെക്കുക. ഇങ്ങനെയുള്ള ഫോണ് ഇങ്ങനെ ചെരിച്ചിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ട് വെക്കുക. ഓക്കെ. ഖുർആനിൽ 114 114 സൂറത്തുണ്ട്. ഖുർആനിൽ 30 ജുസ് ഉണ്ട്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ഖുർആൻ മനുഷ്യർക്ക് വഴി കാണിക്കാനുള്ള മാർഗദർശക ഗ്രന്ഥമാണ്, വഴി കാണിക്കാനുള്ള ഗ്രന്ഥമാണ്. ഖുർആനിലെ ഏതെങ്കിലും ഒരു നല്ല മെസ്സേജ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് ഞാൻ പറയാം, പിന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി. ഖുർആനിലുള്ള ഒരു മെസ്സേജ്, നമ്മൾ കേൾക്കേണ്ട
നമ്മൾ അനുസരിക്കേണ്ട ഒരു മെസ്സേജ് പറയണം. ഞാനൊരു മെസ്സേജ് പറയാം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, പാരൻസിനോട് ഉഫ് ചെറുങ്ങനെ ഒന്ന് ദേഷ്യപ്പെടാൻ പോലും പറ്റില്ല. ഉഫ് എന്ന് പറയരുത്, ഛെ എന്ന് പറയരുത്, അല്ലെങ്കിൽ പാരൻസിനോട് മര്യാദ പാലിക്കണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇനി ഓരോരുത്തർ പറഞ്ഞേ, ഖുർആനിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ. ആ, സൻഹ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ആ, ഖുർആനിൽ പറഞ്ഞു കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും, നമ്മളും മരിക്കും അല്ലേ? നിങ്ങൾ മരിച്ച ആളെ കണ്ടിട്ടുണ്ടോ? മരിച്ച ആളെ കണ്ടിട്ടുണ്ടോ? അതായത് മയ്യത്ത് കണ്ടിട്ടുണ്ടോ? മയ്യത്ത് കണ്ടവരൊക്കെ കൈപൊക്കി. മയ്യത്ത് കണ്ടിട്ടുണ്ട്. ആരുടെ മയ്യത്താ കണ്ടത്? അപ്പോൾ ഒരു പേരുണ്ടാവും അല്ലേ? നമുക്കും പേരുണ്ട്. നമ്മുടെ പേരും മയ്യത്തായിട്ട്, മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തായിട്ട് വരും. നമ്മളെല്ലാവരും നാളെ സൺഡേ രാവിലെ ഉറങ്ങി എണീക്കുമെന്ന് ഉറപ്പുള്ളവർ കൈപൊക്കി. നാളെ സൺഡേ രാവിലെ ഇന്ന് രാത്രി ഉറങ്ങിയിട്ട് നാളെ എണീക്കുമെന്ന് ഉറപ്പുള്ളവർ കൈപൊക്ക്. വീഡിയോ ഓണാക്കിയാലല്ലേ എനിക്ക് കാണുള്ളൂ. നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് കൈപൊക്കുന്നുണ്ട് ചിലർ. നാളെ നമുക്ക് എണീക്കുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം അള്ളാഹു ആണ് തീരുമാനിക്കുക നമ്മൾ നാളെ എണീക്കോ ഇല്ലേ എന്നുള്ളത്. അള്ളാഹുവിനെ അറിയും. അള്ളാഹു ആലം. അപ്പൊ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരിക്കും. ഓക്കെ, മരിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ കൈപൊക്കി. മരിക്കാൻ ഇഷ്ടോ ജവഹറിനോ? സ്വർഗമാണെങ്കിലും മരിക്കാൻ ഇഷ്ടം. അപ്പൊ നരകാണെങ്കിലോ? ഇഷ്ടമില്ല. അതിന് സ്വർഗത്തിലേക്കുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നീ ചെയ്യുന്നുണ്ടോ? ആ ആ എന്താ നീ ചെയ്യുന്നത്? നിസ്കരിക്കുന്നുണ്ട്. നിസ്കരിച്ചാൽ മാത്രം സ്വർഗത്തിൽ പോവാന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടാ? ഇല്ല. ഇല്ല. അപ്പൊ സ്വർഗത്തിലെത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ഓരോരുത്തർ ഓരോ പോയിന്റ് പറഞ്ഞേ. ഐസ. നല്ല കാര്യങ്ങൾ ചെയ്യണം. അതന്നെ ഞാനും പറഞ്ഞത്. നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ചോദ്യം. നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം സ്വർഗത്തിൽ പോകാൻ? സാലിഫ്. എന്തുവാ കള്ളം പറയാൻ പാടില്ല. അയ്യോ. ആ, എന്തുവാ സദക്ക കൊടുക്കണം. 2 പോയിന്റാണ് പറഞ്ഞത്. ഒന്ന് കളവ് പറയാൻ പാടില്ല, 2 സ്വതക്ക ചെയ്യുന്നു. ഓക്കെ, കളവ് പറയാത്തവരൊക്കെ ഒന്ന് കൈപൊക്കി. ഇതുവരെ കളവ് പറയാത്തവർ കൈപൊക്കിയത് തന്നെ കളവായിരിക്കും. കൈപൊക്കിക്കൊണ്ട് കളവ് പറഞ്ഞു അല്ലേ? ഇതുവരെ കളവ് പറയാത്തവര്. കളവ് പറയാൻ പാടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കലും കളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സറിഞ്ഞ് പറയുന്ന കാര്യമാണ്. പിന്നെ സ്വതക്ക ചെയ്യുന്നവർ. സ്വതക്ക ചെയ്യുന്നവർ കൈപൊക്കി. സ്വതക്ക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നും ആവണ്ട. സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ലഞ്ച് ബോക്സിൽ നിന്ന് എന്തെങ്കിലും ഒന്നൊരു പീസ് ഒരാൾക്ക് കൊടുക്കുന്നതും സ്വതക്കയാണ്. ചിരിക്കുന്നത് സ്വതക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ചിരിക്കുന്നത് സ്വതക്കയാണ്. ചിരിക്കാൻ അറിയുന്നവരൊന്ന് ചിരിച്ചേ. സ്മൈൽ പ്ലീസ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിരിക്കാൻ പറയും. അപ്പോൾ ആ ചിരിയാണ് സ്വതക്ക. അപ്പോൾ അതൊരു സ്വതക്കയായി. അപ്പോൾ സ്വതക്ക ചെയ്യുന്നവരായിട്ട് എല്ലാവരും മാറി അല്ലേ? ഒന്ന് ചിരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ചില വീട്ടിലൊക്കെ ഉള്ളൂ. എന്നിട്ട് എന്നും അടിപിടിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഓക്കെ, അതും ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് സ്വതക്ക ചെയ്യാന്നുള്ളത്. അപ്പോൾ സ്വർഗത്തിലേക്ക് നമ്മൾ പോകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ 1 നിസ്കരിക്ക പറഞ്ഞു, 2 കളവ് പറയരുത് എന്ന് പറഞ്ഞു, 3 സ്വതക്ക ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും അവിടെ ഒരു കൈ പൊങ്ങുന്നുണ്ടല്ലോ സൽമാനെ. പിന്നെ നമ്മള് പാരന്റ്സ് എന്ന് പറഞ്ഞ് അനുസരിക്കണം. ആ, ഒബേ. പാരൻസിനെ ഒബേ ചെയ്യാം. പാരൻസ് പറഞ്ഞാൽ കേൾക്കണം എന്നല്ല, കേൾക്കാൻ എല്ലാവരും കേൾക്കും. പാരൻസ് പറഞ്ഞാൽ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും ചെവിയിൽ കേൾക്കുന്നുണ്ട്. പാരൻസ് പറയടാ അത് ചെയ്യ് ഇത് ചെയ്യ് അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ ഇതൊക്കെ പറയുന്നുണ്ട്.
പക്ഷെ പാരൻസ് പറയുന്നത് കേൾക്കുന്നതിൻ്റെ കൂടെ ഒബേ ചെയ്യുന്നവരും ഉണ്ടാവണം. ജിയ. അള്ളനെ ആരാധിക്കണം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഫോളോ ചെയ്യണം. എനിക്ക് മനസ്സിലായില്ല. അള്ളനെ മാത്രം ആരാധിക്കണം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മാത്രം ഫോളോ ചെയ്യണം. ആ അത് തൗഹീദാണ് പറഞ്ഞത് അല്ലേ? കലിമ അല്ലേ? കലിമയാണ് ഇപ്പോൾ വലിയ പ്രശ്നം. അള്ളാഹുവിനെ ആരാധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം ഫോളോ ചെയ്യുകയും മറ്റു ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. റൈറ്റ്. അത് എല്ലാവരും ഉണ്ട്. അത് ആയവരാണല്ലോ മുസ്ലിങ്ങൾ അല്ലേ? കലിമ ചൊല്ലിയവരാണല്ലോ മുസ്ലിങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്വർഗത്തിൽ പോകാൻ എന്തൊക്കെ ചെയ്യണം എന്നതാണ് ചോദ്യം. ഹാഷിർ. ദേഷ്യം, അഹങ്കാരം, അസഹ്യം പറ്റൂല. 3 വലിയ തെറ്റുകൾ. ദേഷ്യം പിടിക്കുന്നവരൊക്കെ കൈപൊക്കി. ദേഷ്യം പിടിക്കുന്നവർ കൈപൊക്കി. ഓക്കെ, ദേഷ്യം പിടിക്കാത്തവർ കൈപൊക്ക്. ദേഷ്യം പിടിക്കാത്തവരെ പെട്ടെന്നൊരു ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കണം. എന്തോ മാനസിക അസുഖമുണ്ട് അല്ലേ? മനുഷ്യനായാൽ ദേഷ്യം വരും. പ്രത്യേകിച്ച് വിശന്ന് കഴിഞ്ഞാൽ നല്ല ദേഷ്യം ഉണ്ടാവും. ഓക്കെ, ഈ സുഫൈദ എന്ന് പറഞ്ഞ അക്കൗണ്ട് നേരെ വന്നത്. വീഡിയോ ഓൺ ആക്കാതെ റേസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. വീഡിയോ ഓൺ ചെയ്തിരിക്കണം എല്ലാവരും കേട്ടോ. വീഡിയോ എങ്ങനെ ഓൺ ചെയ്യേണ്ടത്? ഫോണിപ്പോൾ ഇങ്ങനെയല്ലേ സാധാരണ വെക്കുക? അതിങ്ങനെ ചെരിച്ചിട്ട് വെക്കണം. ഇങ്ങനെ ചെരിച്ചിട്ട് വെച്ചിട്ട് വേണം ഫോണ് വീഡിയോ ഓൺ ചെയ്യാൻ. വീഡിയോ ഓൺ ചെയ്ത് ടാബിളിൽ വെച്ച് ചെയറിൽ ഇരിക്കണം, എന്നാലേ കാണുള്ളൂ. വീഡിയോ ഓൺ ആക്കാത്തവരൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ അവരോട് സംസാരിക്കണമില്ല. ഞാൻ സംസാരിക്കുന്ന വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നവരോടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്വർഗത്തിൽ പോകാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടോ? വീണ്ടും ജൗഹർ. വലിയ ആൾക്കാരെ അനുസരിക്കണം, റെസ്പെക്ട് ചെയ്യണം. റെസ്പെക്ട് ചെയ്യുക അല്ലേ? റെസ്പെക്ട് ചെയ്യുക. എന്താ ഈ റെസ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ആദരിക്കുക, റെസ്പെക്ട് ചെയ്യുക. പിന്നെ ഇനി ആർക്കാ ഇനി പറയാനുള്ളത്? കൈ ഇങ്ങനെ കാണിച്ചാൽ മതി, വീഡിയോയിലേക്ക് ഇങ്ങനെ കൈ കാണിച്ചാൽ മതി. വീണ്ടും ചെയ്യുക. എന്താണ്? ദേഷ്യം വന്നാൽ അത് സഹിച്ചു. ദേഷ്യം വരരുത് എന്നല്ല പറഞ്ഞത്, അത് ശ്രദ്ധിക്കണേ. ദേഷ്യം മനുഷ്യനായാലും ദേഷ്യം പിടിക്കും അല്ലേ? അപ്പോൾ ആ ദേഷ്യം പിടിക്കുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് ലിമിറ്റ് ചെയ്തിട്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാതെ. ചില കുട്ടികൾക്കൊക്കെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ കയ്യിലുള്ളത് വലിച്ചെറിയും അല്ലേ? അല്ലെങ്കിൽ എന്തൊക്കെ ഇടിച്ച് പൊട്ടിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. അതൊന്നും ചെയ്യാൻ പാടില്ല. കൺട്രോൾ ചെയ്യണം എന്നാണ്. പിന്നെ ആർക്കാ പറയാനുള്ളത്? വീണ്ടും ഹാഷിർ. പാവട്ടനെ സഹിക്കണം. സഹായിക്കണം. അപ്പൊ എങ്ങനെയൊക്കെയാ സഹായിക്കേണ്ടത് ജൗഹർ അല്ല ഹാഷിറെ? എങ്ങനെ സഹായിക്കേണ്ടതെന്ന് അവന് ഐഡിയ അല്ല, പക്ഷെ അവൻ പറയുന്നത് സഹായിക്കണം അല്ലേ? എയ്സ. എന്താ, സഹജീവികളോട് കരുണ കാണിക്കണം. കരുണ കാണിക്കൽ എങ്ങനെയാണ്? ഓല അങ്ങനെ തല്ലാൻ പാടില്ല. പിന്നെ ഒരു ഉറുമ്പ് പോവാണെങ്കിൽ അതിനെ വെറുതെ കൊല്ലരുത്. ഓക്കെ, ഇനി ജാസില്. നോമ്പ് നോൽക്കണം. അപ്പോൾ ഇബാദത്തുകളൊക്കെ പറഞ്ഞു അല്ലേ? സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്ന് പറഞ്ഞേ. സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ആയിഷ. ഷിർക്ക് ചെയ്യാൻ പാടില്ല. ഷിർക്ക് ചെയ്യാം. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആയിഷ സന പറഞ്ഞേ ഷിർക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഞാൻ മനസ്സിലായി. അപ്പൊ എന്താണ് ഷിർക്ക്? അപ്പൊ ഷിർക്ക് എന്ന് പറഞ്ഞാല് എനിക്കറിയില്ല എന്ന് പറയാണ് അല്ലേ? ആർക്കാണ് ഷിർക്ക് എന്താന്ന് പറഞ്ഞുതരാൻ പറ്റുക? ഷിർക്ക് എന്താണ്? ആര് പറയും? സേറ. അള്ളാഹുവിനെ പങ്കുചേർക്കുക. ഓക്കെ, നിന്റെ മൈക്ക് മ്യൂട്ട് ചെയ്ത് സേറ. പങ്കു ചേർക്കുക. അപ്പൊ എന്താണ് ഈ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാല്? മീൻസ് അള്ളാഹു അല്ലാതെ വേറെ ആരെന്നെ ആരാധിക്കുന്നു, ആരാധിക്കുക എന്ന് പറഞ്ഞാല് അവരോട് സഹായം തേടുന്നു. സഹായം ചോദിക്കുക. അപ്പോ നീ പിന്നെ നീ നിന്റെ ഫ്രണ്ട്സിനോടും ആരോടെങ്കിലും സഹായം ചോദിക്കാറില്ലേ?
ഞാൻ ചോദിക്കുന്നത് പക്ഷെ അപ്പോ ശിർക്കായില്ല. ദൂരത്തിൽ അല്ല, അങ്ങനല്ല, ദൂരത്തിലുള്ള ആൾക്കാരോട് വിളിച്ച് പ്രാർത്ഥിക്കരുത്. മീൻസ് മനസ്സിലായി. ആ, അവർക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൂരത്തുള്ള ആളെ ഫോണിൽ വിളിച്ചാൽ കേൾക്കൂലേ? അങ്ങനല്ല. ആ, അപ്പൊ നമ്മൾ അള്ളാഹിനോട് പള്ളിയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കൂലേ, അള്ളാ അതേപോലെ വേറെ ആളോട് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കരുത്. അള്ളാഹ്ക്ക് പകരം വേറൊരാളെ വിളിച്ച്, ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോനെ വിളിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, അങ്ങനെയാ നീ പറയുന്നത്? പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കരുത്. ഓക്കെ. അതായത് അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു ക്രിയേറ്ററാണ്, സൃഷ്ടാവാണ്. അള്ളാഹു ആണ് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ലോകം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ കാണുന്ന നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഈ കടലും കരയും ഈ ഭൂമിയിലെല്ലാം അള്ളാഹുവാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടിയാണ് മനുഷ്യനും. അപ്പോൾ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കരുത്, അള്ളാഹിന്റെ സൃഷ്ടിയെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഇനി എന്താണ് മുസ്ലിങ്ങളും മറ്റ് മതവിഭാഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. മുസ്ലിങ്ങൾ ക്രിയേറ്ററോട് പ്രാർത്ഥിക്കുന്നു, മുസ്ലിങ്ങൾ അല്ലാത്തവർ ക്രിയേഷൻസിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മലയാളം പറയാം, മുസ്ലിങ്ങൾ സൃഷ്ടാവിനോട്. അത് മനസ്സിലാവുമോ? സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ, സൃഷ്ടാവ് എന്ന് പറഞ്ഞ മലയാളം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവോ? ആവോ? ആവെങ്കിൽ ആന്ന് പറ, അല്ലെങ്കിൽ അല്ല എന്ന് പറ. സൃഷ്ടാവായ അള്ളാഹുവോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങളും സൃഷ്ടിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവരും സൃഷ്ടിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അതാണ് വ്യത്യാസം. റൈറ്റ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കുന്നവർക്കാണ് സ്വർഗം അള്ളാഹു നൽകുന്നത്. അല്ലേ? ശരിയല്ലേ? ആണ്. ഇനി നരകത്തിലേക്ക് പോകാതിരിക്കാൻ അഥവാ എന്ത് ചെയ്യാതിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം ശിർക്ക് ചെയ്യരുത് എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞു. ഇനി എന്താ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്ന് പറഞ്ഞേ. ജിയ. ആൽക്കഹോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും കുടിക്കും. ലഹരി വസ്തുക്കൾ, ആൽക്കഹോൾ മാത്രമല്ല, ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ലഹരികളൊക്കെ ഒഴിവാക്കണം. ലഹരി ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ മാക്സിമം ഏറ്റവും സൂക്ഷ്മത പാലിക്കണം. അല്ലേ? കൊക്കക്കോളയിൽ ആൽക്കഹോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഓളിപ്പോ ജിയ പറഞ്ഞ ആൽക്കഹോൾ ഒഴിവാക്കണം എന്ന്. കൊക്കക്കോളയിൽ ആൽക്കഹോൾ ഉണ്ടെന്ന്. ആൽക്കഹോൾ ഉണ്ടോന്ന് നിങ്ങൾ ഇന്റർനെറ്റിൽ ഒരാൾ സെർച്ച് ചെയ്തേ. ഹൗ മച്ച് പെർസെൻറ്റേജ് ആൽക്കഹോൾ ഇൻക്ലൂഡഡ് ഇൻ കൊക്കക്കോള? ആരോ ഒന്ന് വേഗം സെർച്ച് ചെയ്. ആരാ സെർച്ച് ചെയ്യുക? ഹൗ മച്ച് പെർസെൻറ്റേജ് ഇൻക്ലൂഡഡ് ആൽക്കഹോൾ ഇൻ കൊക്കക്കോള? കിട്ടിയാ? ജവറിന് കിട്ടിയാ? 0.001%. അപ്പൊ ഉണ്ട്. അല്ലേ? അതായത് കള്ള് ചേർത്തിട്ടുണ്ട്. ശരിയല്ലേ? ഞാൻ പറഞ്ഞതല്ലല്ലോ, ഇന്റർനെറ്റ് പറഞ്ഞതല്ലേ, അവരെ കമ്പനി പറഞ്ഞതല്ലേ. അപ്പൊ ഒരു പെർസെൻറ്റേജ് ഇത്ര പെർസെൻറ്റേജ് അതിൽ കള്ള് ചേർത്തിട്ടുണ്ട്. ശരിയല്ലേ? കള്ള് മാത്രമല്ല, ഗസയിലെയും ഫലസ്തീനിലെയും കുട്ടികളുടെ ചോരയും ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത് എന്ന് പറയേണ്ടി വരും. ശരിയല്ലേ? അല്ലേ? ഫലസ്തീനില് നിങ്ങൾക്ക് സങ്കടം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ ഫോട്ടോ വീഡിയോ ഒക്കെ കാണുമ്പോൾ, കുട്ടികളെ കൊല്ലുന്ന വീഡിയോ അല്ലെങ്കിൽ ബോംബിടുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സങ്കടം, ഒരു വിഷമം തോന്നിയവരൊക്കെ കൈവക്ക്. വിഷമം തോന്നിയണോ നിങ്ങൾക്ക്? ആ വിഷമം മാറാൻ വേണ്ടി പോയിട്ട് കൊക്കക്കോള വാങ്ങി കുടിച്ചവര്, നമ്മൾ എന്താ ശരിക്കും ചെയ്യണത്? എന്തുകൊണ്ടാണ് കൊക്കക്കോള കുടിക്കരുതെന്ന് പറയാൻ കാരണം? ഇസ്രായേലിന്റെ പ്രോഡക്ട്സ് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യണം, അത് യൂസ് ചെയ്യരുതെന്ന് പറയാൻ കാരണം എന്താണ്? ആർക്കാ അറിയാ? ആരാ പറയാ? സെന. അത് ഇസ്രായേലിന്റെ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് അതും ഈ ഫലസ്തീൻ യുദ്ധമായിട്ട് എന്താ ബന്ധം? അല്ല, നമ്മളിത് മേടിക്കുമ്പോ ഈ വേർഡ്സ് ഇതിന്റെ പൈസ കൂട്ടി വെച്ച് ബോംബ് ഉണ്ടാക്കി കൊല്ലും. എന്ന് വെച്ചാല് നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടായാൽ നമ്മൾ അയാളോട് പ്രതികാരം ചെയ്യൂലേ?
അല്ലേ? അപ്പോൾ എങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ഈ നാട്ടിൽ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് പ്രതികാരം അവർക്കെതിരെ ചെയ്യാൻ പറ്റുക? അവർക്കെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതികാരം ഇതൊക്കെ തന്നെയാണ് അല്ലേ? ഏറ്റവും നല്ല പ്രതികാരം ദുആ ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ അക്രമം ചെയ്യുന്ന ആളുകളുടെ പ്രോഡക്റ്റ് വാങ്ങി അവരെ ബിസിനസ് വളർത്തേണ്ട യാതൊരു കാര്യവും നമുക്കില്ല. റൈറ്റ്. ഓക്കെ. അപ്പോൾ തെറ്റായ കാര്യങ്ങൾ പിന്നെ എന്തൊക്കെയാണ്? നരകത്തിൽ പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് പറയാൻ പോവാണ്. നരകത്തിലേക്ക് പോകാതിരിക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. 5 സെൻസ് ഓർഗൻസിനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. 5 സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണെന്ന് അറിയുന്നവരൊന്ന് കൈപൊക്ക്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. 5 സെൻസ് ഓർഗൻസ് അറിയോ? നീ ഒന്ന് പറഞ്ഞേ. എൻ്റെ പേര് എനിക്കറിയില്ല. ഒന്ന് എന്നിട്ടാ വന്നത്. പേര് പറഞ്ഞേ. പേര് പറ. ഫർഹാന. ഫലാഹ് പറഞ്ഞേ. 5 സെൻസ് ഓർഗൻസ് ഏതൊക്കെയാ? ആ. ഉം. 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 സ്കിന്ന്. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമ്മൾ എടുക്കുക ഐസ്, കണ്ണ്. കണ്ണായിരുന്നല്ലോ നമ്മുടെ കഴിഞ്ഞ 2-3 ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ ഗെയിം കളിക്കുന്നത്, സിനിമ കാണുന്നത്, റീൽസ് കാണുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെറ്റുകളെ പറ്റിയും ഗെയിമിൻ്റെ അഡിക്ഷനെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്തത് കണ്ണാണ്. കണ്ണ് എന്നത് പറഞ്ഞല്ലോ ഒരു വലിയ ക്യാമറ പോലെയാണ്. കണ്ണ് കണ്ടതൊക്കെ അള്ളാഹു റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കണ്ണ് കാണുന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ണിനെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ണിനെ എങ്ങനെ സൂക്ഷിക്കുക? തെറ്റായ കാഴ്ചകൾ വന്നാൽ എന്ത് ചെയ്യണം? ചോദ്യം. ഉത്തരാരാ പറയാ? ഇതിപ്പോ തെറ്റായ കാഴ്ചയാണോ എന്നെ നിങ്ങൾ കാണുന്നത്? ഈ സൂം തെറ്റായ കാഴ്ചയാണോ? അല്ല. ഇത് ബർക്കത്തുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണ്. നമ്മൾ ഫാത്തിഹ ഓതിയിട്ട് അള്ളാഹുവിൻ്റെ ദീനും ഖുർആനും ഒക്കെ ചർച്ച ചെയ്യുന്നത് കൂലിയുള്ള കാര്യമാണ്. അപ്പോൾ ഈ കൂലിയുള്ള കാര്യം നമ്മൾ കണ്ണ് തുറന്ന് കാണും. റൈറ്റ്. പക്ഷേ തെറ്റായൊരു കാര്യം കണ്ണിൻ്റെ മുമ്പിൽ വന്നാൽ എന്ത് ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അഫ്വാൻ. അത് നമ്മൾ കാണാതെ മാറി നിൽക്കുക എന്നല്ല, കണ്ണിനെ താഴ്ത്തണം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ കണ്ണ് നേരെയല്ലേ വെച്ചത്? കണ്ണൊന്ന് താഴ്ത്തി. തല താഴ്ത്തല്ല. തല താഴ്ത്താനല്ല പറഞ്ഞത്, കണ്ണ് താഴ്ത്താൻ. അപ്പൊ എങ്ങനെ കണ്ണ് താഴ്ത്തുക? കണ്ണിന്റെ ഈ മേലെയുള്ള ഇതില്ലേ, കണ്ണിന്റെ അടപ്പില്ലേ, പുരികൊക്കെയുള്ള മൂടിയില്ലേ, അതങ്ങ് താഴോട്ട് നോക്കുക. സ്ട്രൈറ്റ് നമ്മൾ ആ കാണുന്ന കാഴ്ചയിൽ നിന്ന് താഴ്ത്തുക. ഉദാഹരണമായിട്ട് നിങ്ങളുടെ കൈ ഒരു മൊബൈലാന്ന് വിചാരിച്ചോ. കൈ ഇങ്ങനെ വെച്ച് നിങ്ങൾ ഇനി മൊബൈലിലേക്ക് നോക്ക്, കയ്യിലേക്ക് നോക്ക്. അപ്പോൾ ഒരു തെറ്റായ കാഴ്ച വന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം കണ്ണ് താഴ്ത്തുക. കണ്ണൊന്ന് താഴ്ത്തി നോക്കുക. അതിൽ ആ കാഴ്ച വരാൻ അപ്പം തന്നെ കണ്ണ് താഴ്ത്തുക. കണ്ണ് താഴ്ത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്ക്രോൾ ചെയ്യുക. അത് ഒഴിവാക്കുക. അങ്ങ് തോണ്ടിക്കളഞ്ഞേക്ക്. അതങ്ങ് ഒഴിവാക്കിയേക്ക്. തീർന്ന്. ഇത്ര പരിപാടിയുള്ളൂ. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ഇത് ചെയ്യാൻ ഒരാൾക്ക് പറ്റിയാൽ യു ആർ എ മുത്തഖി, യു ആർ എ ഗുഡ് മുസ്ലിം. അതല്ലെങ്കിൽ നിങ്ങളെ കാര്യം നോക്കണ്ട, അല്ലേ? അതാണ് ഏറ്റവും നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ട. തെറ്റുകൾ കണ്ട് കൂട്ടുന്ന കാലം. ഇന്നിപ്പോൾ കാലം മൊത്തം അങ്ങനെയാ. എല്ലാം അല്ലേ? വീട്ടിൽ ടി വി ഉള്ളൊരു കൈപൊക്കിയേ. ടി വി, മൊബൈൽ, ഇന്റർനെറ്റ്, ലാപ്ടോപ്പ്, ടാബ് ഒക്കെ കാഴ്ചയല്ലേ? ഒക്കെ കാഴ്ച. അപ്പം ഹലാലായത് അള്ളാഹ് അനുവദിച്ചത് കാണുക എന്നുള്ളതാണ് നമ്പർ 1. ഓക്കെ. അപ്പോൾ കണ്ണ് തെറ്റ് ചെയ്യുന്നതിനെ കണ്ണിൽ നിന്ന് നിയന്ത്രിക്കുക എന്നുള്ളത് ആണ്. പക്ഷെ കണ്ണിനറിയില്ലല്ലോ കണ്ണടക്കണമെന്ന്. തെറ്റായ ഒരു കാഴ്ച വന്നാൽ കണ്ണിനറിയോ കണ്ണടക്കണമെന്ന്? ഇല്ല. അപ്പൊ ആരാണ് കണ്ണിനോട് പറയേണ്ടത് അടക്കണമെന്ന്? ആരാ പറയേണ്ടത്? ആരാ പറയാ? അഷ്ബ. നമ്മളെന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ ഒരു അവയവമുണ്ട്, അത് വൃത്തിയായാൽ ബാക്കിയെല്ലാം വൃത്തിയായി, അല്ലേ?
അത് വൃത്തിയായാലും മനുഷ്യൻ മൊത്തം നന്നായി. അപ്പൊ കൽബിന്റെ ഉള്ളിൽ നിന്ന് ഹൃദയം പറയണം ഇത് കാണണ്ട, അപ്പൊ കണ്ണ് താഴും അല്ലെ. കണ്ണ് കഴിഞ്ഞല്ലോ, പിന്നെ അടുത്തത് ടേസ്റ്റ് അല്ലെ. സെൻസ് ഓർഗൻസിൽ ഒന്നാണ് നാവ് അല്ലെ. നരകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ പോകാനുള്ള കാരണം നാവ് കാരണമാണ്. നാവ് കൊണ്ടാണ്. നാവ് കൊണ്ട് എന്ത് തിന്നോണ്ടതല്ല, ചിക്കൻ കഴിച്ചോണ്ടല്ല. നാവ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സംസാരിച്ചിട്ട്, നാവ് കൊണ്ട് ചീത്ത കാര്യങ്ങൾ. ഉമ്മാനോട് ദേഷ്യപ്പെടാത്ത ഏതെങ്കിലും കുട്ടിയുണ്ടോ അവിടെ? ഇതുവരെ ഉമ്മാനോട് ദേഷ്യപ്പെടാത്ത ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടോ? ഖുർആനിൽ അള്ളാഹ് പറഞ്ഞാൽ ദേഷ്യപ്പെടാൻ പാടില്ല എന്ന്. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ഉമ്മാനോട് ദേഷ്യം പിടിക്കാൻ പറ്റൂല. തെറ്റ് മൊത്തം ഉമ്മാന്റെ ഭാഗത്താണെങ്കിലും ഉമ്മാനെ കൊണ്ട് ദേഷ്യം പിടിക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അത് വലിയ കാര്യമാണ്. ഖുർആനിൽ അത് അള്ളാഹു ഗൗരവത്തിൽ പറഞ്ഞ വിഷയമാണ്. ഒരിക്കലും ഉമ്മാനോട് ദേഷ്യം പിടിക്കാൻ പാടില്ല. 2, നാവ് കൊണ്ട് നല്ലതേ പറയാൻ പാടുള്ളൂ. നല്ലത് പറയണമെങ്കിൽ നാവിനെ കൺട്രോൾ ചെയ്യണ ആരാണ്? ഹൃദയം, മനസ്സ് അല്ലേ. മനസ്സ് നന്നായാലേ, നല്ല മനസ്സുള്ളവരെ നല്ലത് പറയുള്ളൂ. ചീത്ത മനസ്സുള്ളവർ ചീത്ത പറയും. നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ ക്ലാസ്സിൽ ചീത്ത വാക്കുകൾ പറയുന്ന കുട്ടികൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൈ കാണിച്ചേ. ചീത്ത വാക്കുകൾ പറയുന്ന, ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. അത് ചീത്ത മനസ്സുള്ള കുട്ടികളാണ്. എപ്പോഴും വായ തുറന്നാൽ മോശം വാക്കുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചീത്ത മനസ്സുള്ള കുട്ടികളാണ് അവര്. ഓക്കെ, ഇന്ന് 2 സെൻസ് ഓർഗൻസിനെ പറ്റിയാണ് പറഞ്ഞത്. ഒന്ന് കണ്ണ്, നാവ്. പറയാനുണ്ട്, ഇനിയും കുറെ പറയാനുണ്ട്, പക്ഷെ ഇപ്പോൾ പറയുന്നില്ല. നമ്മുടെ സമയം ഏകദേശം കഴിയാറായി. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ഓരോരുത്തരും ഓരോ ചോദ്യം മനസ്സിൽ വിചാരിക്കുക. ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് കൈ ഇങ്ങനെ കാണിക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് വന്നവർ കൈ പൊക്കുക. ആദ്യം ജൗഹർ. ഇപ്പൊ നമ്മളൊരാളെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിച്ചാല് നമ്മൾ എന്താ ചെയ്യണ്ടേ? നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. നീ എന്താ ബുദ്ധിമുട്ടിച്ചതെന്നും കൂടി ഒന്ന് പറയുകയാണെങ്കിൽ, എനിക്ക് ബുദ്ധിമുട്ടില്ലേൽ അത് പറഞ്ഞാല് രസമായി. ആ, അല്ല ഞാൻ ചീത്ത പറഞ്ഞതാണോ? ഓക്കെ, ഫുട്ബോൾ കളിച്ചു. ഒരു എക്സാമ്പിൾ പറയാണ്. ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോൾ അടിച്ചു. ഗോളായപ്പോൾ പോസ്റ്റ്, ചെറിയ കട്ട് പോസ്റ്റ് വെച്ചിട്ടുണ്ടാവുക. അപ്പം ഫുട്ബോൾ അതെങ്ങനെ അങ്ങ് പോയതാ. ശരിക്കും ആരും കണ്ടില്ല ഗോളാണോ അല്ലേന്ന്. അപ്പം അത് ഗോളല്ല എന്ന് പറഞ്ഞവർ. അപ്പം നമുക്ക് വാശിയായി ചീത്ത പറഞ്ഞു, നല്ലോണം അങ്ങ് ചീത്ത പറഞ്ഞു ഒരുത്തനെ അല്ലേ. ദേഷ്യം പിടിച്ചിട്ട് ജൗഹറിന് ദേഷ്യം ഇങ്ങനെ അങ്ങോട്ട് ഇരച്ച് കയറി, ആകെ മുഖമൊക്കെ ചുമന്ന്, കണ്ണൊക്കെ ചുമന്ന്, നാവിൽ പിന്നെ എന്തൊക്കെയാണോ വന്ന ആ തെറികൾ മുഴുവൻ, എല്ലാ ജീവികളുടെ പേരും, നായ മുതൽ പലിയോ എല്ലിയോ പൂച്ചയോ പന്നിയോ എല്ലാം വിളിച്ചിട്ടുണ്ട് അവനെ. അങ്ങനെ അവന്റെ ദേഷ്യം തീരുവോളം തെറി അങ്ങ് പറഞ്ഞു. മറ്റവൻ പാവം പേടിച്ചു പോയി അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം എന്നാണ് ജൗഹർ ചോദിക്കുന്നത്, ശരിയല്ലേ? ഓക്കെ, ഒന്നാമതായിട്ട് പിന്നെ പറയാനുള്ളത്, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഒരാളെ അടി അടിച്ചിട്ട് സാരമില്ല സോറി എന്ന് പറയുന്നതുകൊണ്ട് വലിയ കാര്യമുണ്ടോ? ഒരാളെ ഒരൊറ്റ അടി അടിച്ചിട്ട് വേദനയായോ സാരമില്ലട്ടോ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എപ്പോഴും ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുന്നതാണ് വേണ്ടത്. അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അഥവാ നമ്മൾ അങ്ങനെ ചെയ്തു പോയാൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആരെയാണോ ദേഷ്യപ്പെട്ടത് അവന്റെ അടുത്ത് പോയിട്ട് ആദ്യം അത് പൊരുത്തപ്പെടുപ്പിക്കണം. അവന്റെ അടുത്ത് പോയിട്ട്, എടാ സോറിടാ, ഞാൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞു പോയതാ, സോറി കേട്ടോ എന്ന് പറയണം. സ്റ്റെപ്പോന് മരിച്ചു പോയാലോ? ഓ, അതൊരു പ്രശ്നമാണല്ലോ അല്ലേ. അതിൽ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം വല്ലാതെ ഒരാള് പിന്നെ തെറി പറഞ്ഞു, കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല തെറിയൊക്കെ പറഞ്ഞ് അടിച്ച് പിരിഞ്ഞു. പിറ്റേന്ന് മറ്റേ കുട്ടി ആക്സിഡന്റ് ആയിട്ട് മരിച്ചു. അപ്പൊ എന്നും ഒരു വിഷമായിരിക്കും അത് അല്ലേ. കാലാകാലം ആ വിഷമായിരിക്കും. ഇവിടെ അരീക്കോട്ട് ഇവിടെ ഒരു തോണി അപകടം ഉണ്ടായ സമയത്ത് 9 കുട്ടികളാണ്, ഒരു ക്ലാസ്സിൽ 9 കുട്ടികളാണ് മരിച്ചത്.
അപ്പോൾ ആ ബെഞ്ചൊക്കെ കാലിയായിരുന്നു. അപ്പോൾ ഒരു കുട്ടി പറയുന്ന വിഷമം പറഞ്ഞതാണ്, ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ അവനെ ഞാൻ പരമാവധി വെറുപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴും പിരിയുമ്പോൾ അതിൽ ഒന്നാമത് പറയാനുള്ളത്, നിങ്ങളെ വീട്ടിൽ നിന്നാവട്ടെ രാത്രി നമ്മൾ കിടക്കൂലേ, ഉറങ്ങൂലേ, ഉറങ്ങുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്ത് ഉമ്മാനോടായാലും ഉപ്പാനോടായാലും പിന്നെ സിബ്ലിങ്സ് അനിയനോ അനിയത്തിനോടൊക്കെ ആണെങ്കിലും ഒന്ന് ഒരു സലാമൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഉറങ്ങുകയാണ് വേണ്ടത്. ഓക്കെ, ശരി. ഇനി ഇനി ബാക്കി അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ജൗഹർ പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ആ ആളോട് സോറി പറഞ്ഞ് മാപ്പ് പൊരുത്തപ്പെടിപ്പിക്കണം. അത് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുവോട് തൗബ ചെയ്യുക. തൗബ ചെയ്യുക പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനം, ഇനി ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവേ ഞാൻ ചീത്ത പറയില്ല എന്ന് തീരുമാനം എടുക്കുകയും അത് നടപ്പാക്കുകയും വേണം. പിന്നെ ചീത്ത പറയാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവുമ്പോഴേ നമുക്കത് അള്ളാഹു പുറത്തു വരുള്ളൂ. ഓക്കെ, ഷെദ സാറേ, ഇപ്പൊ ഓല് പുറത്ത് വന്നിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാ? കേൾക്കണില്ല. ഓലിപ്പോ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ സോറി ചോദിച്ചു, ഉം. അപ്പൊ ഓല് പുറത്ത് വന്നില്ല, അപ്പോൾ എന്ത് ചെയ്യാ? നമ്മൾ അവരെ പിന്നാലെ നടക്കുക. 1 മന്ത് 2 മന്ത്. പിന്നെ പിന്നെ കുറെ ട്രിക്ക് ഉണ്ട്. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് പൊരുത്തപ്പെട്ട് തരാനുള്ള ട്രിക്ക് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നല്ല ചോക്ലേറ്റ് എടുക്കുക, നല്ല അടിപൊളി നല്ല പൈസൻ്റെ ഒരു ചോക്ലേറ്റ്, നല്ല ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ് എടുത്തിട്ട് കൊണ്ടുകൊടുക്കുക. എന്നിട്ട് പറയാം ജി വെച്ചാൽ സാരില്ല എന്നു. അങ്ങനെ അവരെ പ്ലീസ് ചെയ്തിട്ട് അവരോട് പൊരുത്തപ്പെടിപ്പിക്കുക. അവർ പൊരുത്തപ്പെട്ട് തരും കുറച്ച് കഴിഞ്ഞാൽ. ആദ്യം കുറച്ചൊക്കെ ദേഷ്യം ഉണ്ടാവുന്നേ ഉള്ളൂ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ അങ്ങ് അത് പൊരുത്തപ്പെട്ട് തരും. റൈറ്റ് ഐസ? ഇപ്പൊ നമ്മളോട് ഒരാള് തെറ്റി വിചാരിച്ചോ, പക്ഷെ കുറെ നാളായി, പക്ഷെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോ ഓല് മരിച്ചു, അപ്പൊ നമ്മളെന്താ കാട്ടുക? അതിൽ ഒന്നാമത്, നമ്മൾ 3 ദിവസത്തിൽ കൂടുതൽ ഒരാളോട് തെറ്റി നിൽക്കാൻ പാടില്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഒരാൾ ആയിട്ട് തെറ്റിക്കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് സലാം പറഞ്ഞ് നന്നാവാനുള്ള ശ്രമം നടത്തുന്ന ആളാണ് നല്ല മനുഷ്യൻ. നിങ്ങൾ തന്നെ ഫസ്റ്റ് പോയിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് സലാം പറഞ്ഞ് സാരല്ല സോറി ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് അടുക്കുകയാണെങ്കിൽ നിങ്ങളാണ് ഗുഡ്. ഓക്കെ, പിന്നെ അങ്ങനെ തെറ്റിയ ആളുകൾ മരിക്കുന്ന ഒരവസ്ഥ വരരുത്. അങ്ങനെ 3 ദിവസം നിൽക്കരുത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ തെറ്റ് നന്നാവണം. ഇപ്പൊ തെറ്റി നിൽക്കുന്നവരൊക്കെ കൈപൊക്ക്. ആരോടെങ്കിലും തെറ്റി നിൽക്കുന്നവരെ കൈപൊക്ക്. ആരുണ്ടോ? തെറ്റി നിൽക്കാണോ? നീ ആരോടാ തെറ്റി നിൽക്കുന്നത്? എന്റെ ക്ലാസ്സിലത്തെ ഒരു കുട്ടീനോട്. എന്തിന്? ഓൻ എന്നെ എപ്പോഴും ബാഡ് വേർഡ്സ് വിളിക്കും. ആ, ബാഡ് വേർഡ് വിളിക്കുന്നത്. എന്തിനാ അവൻ എന്നെ ബാഡ് വേർഡ് വിളിക്കുന്നത്? വെറുതെ വന്നിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, വെറുതെ വന്നിട്ട് എന്നെ ബാഡ് വേർഡ്സ്. ഓക്കെ, നമുക്ക് ശത്രുവിനെ സ്നേഹിച്ച് കൊല്ലാൻ പറ്റും. അതായത് നീ നാളെ ക്ലാസ്സിൽ പോകുമ്പോൾ നല്ല 1-2 ചോക്ലേറ്റ് ആയിട്ട് പോയിക്കോ, കൊടുത്തോ. 2-3 ദിവസം അടുപ്പിച്ച് മിഠായി കൊടുക്കുക. അവൻ ബാഡ് വേർഡ് വിളിക്കുമ്പോഴും നീ അവനോട് നല്ല പറയടാ, നിന്നെ കാണാൻ നല്ല രസമുണ്ട്, നിന്റെ മുടി നല്ല രസമുണ്ട്, നിന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ല രസാടാ എന്ന് പറഞ്ഞ് അവനെ സോപ്പിട്ട് കുളിപ്പിച്ച് കുപ്പിയിലാക്കുക. പിന്നെ അവനൊന്നും ചെയ്യൂല. ട്ടോ. അവന് കിട്ടേണ്ട കിട്ടിയാൽ അവൻ പിന്നെ ഈ പണിയൊന്നും ചെയ്ത് നിങ്ങളുടെ അടുത്ത് വരില്ല കേട്ടോ. അതന്നെ, അല്ലാതെ അടിച്ചിട്ടും ദേഷ്യപ്പെട്ടിട്ടും ഇങ്ങോട്ട് വിളിക്കുന്ന ആളെ തിരിച്ച് അതുപോലെ തെറി വിളിക്കാനൊന്നും നമുക്ക് പാടില്ല കേട്ടോ. ഇതൊക്കെ ചെയ്യുന്നതിനും അള്ളാഹു കൂലിയുള്ള കാര്യമാണ്. റൈറ്റ്, കൺക്ലൂഡ് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സൽസ്വഭാവികളായ മക്കളായിട്ട് നമ്മളെല്ലാവരെയും, ഞാനൊരു മോനാണ്, നിങ്ങളും മക്കളാണ്, മോനാണ് മോളാണ്, ഒരു ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അല്ലേ, നമ്മൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാക്കി അള്ളാഹുവെ മാറ്റണേ. അള്ളാഹു ഒന്ന് ഇങ്ങനെ വെച്ചേ കൈ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ വരുത്തണേ അള്ളാഹ്. വീട്ടിൽ സന്തോഷവും സമാധാനവും തരണേ അള്ളാഹ്. വിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. അള്ളാഹു ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ അല്ലെ കൺകുളിർമയുള്ള പാരൻസിന് ഏറ്റവും ഇഷ്ടമുള്ള മക്കളാക്കി മാറ്റണേ അള്ളാഹ്. ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഒക്കെ പുറത്തു തരണേ അള്ളാഹ്. മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ ഞങ്ങളുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഒക്കെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരണേ അള്ളാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അള്ളാഹുവെ, ഞങ്ങളുടെ രാജ്യത്ത് കശ്മീരിൽ നിരപരാധികളായ ആളുകളെ വെടിവെച്ച് കൊന്ന അക്രമികളായ ജനതയെ നീ പാഠം പഠിപ്പിക്കണേ അള്ളാഹ്. എത്രയും പെട്ടെന്ന് അവർക്ക് കഠിനമായ ശിക്ഷ കൊടുക്കണേ അള്ളാഹ്. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറ. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാലൻ ത്വയ്യിബ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
നിസ്കരിക്കാത്തവർ പോയിട്ട് നിസ്കരിക്കുക, ഭക്ഷണം കഴിക്കാനുള്ളവർ പോയിട്ട് ഭക്ഷണം കഴിക്കുക, ഖുർആൻ പഠിച്ചിട്ട് വന്നവർ ഇവിടെ ഖുർആൻ ഓതുക. ഓക്കെ, ഇൻഷാ അല്ലാ.